بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സർവമതത്തിലും സർവ നന്മയുടെ സംഘത്തിലും ആരെല്ലാം നല്ലത് പറഞ്ഞു തരുന്നിടത്തിലുമൊക്കെ നാം കാണുന്നത് സാഹോദര്യബോധത്തിന്റെ പ്രാധാന്യമാണ്. ആരും അതിലെതിരല്ല. നന്മ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും സാഹോദര്യബോധവും ഐക്യവും സ്നേഹവും എല്ലാം വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഇസ്ലാം കാണുന്ന സാഹോദര്യത്തിന്റെ ആഴം അളക്കാൻ പറ്റുന്നതല്ല. അത്രത്തോളം പരിശുദ്ധമായ ഖുർആനും ഹദീസും ഇടപെടുന്നതും മഹാന്മാരായ സ്വഹാബികളും പൂർവികരായ അമ്പിയാക്കളും ജീവിച്ച് കാണിച്ചു തന്നതും നമ്മുടെ മുന്നിൽ വളരെ സ്പഷ്ടമായി തന്നെ കാണാവുന്നതാണ്. നമുക്കത് പഠിക്കാവുന്നതാണ്. പരിശുദ്ധ ഇസ്ലാം മുന്നിൽ വെക്കുന്ന സാഹോദര്യബോധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഖുർആനിലെ ചില ആയത്തുകളാണ്. എത്രത്തോളം ഖുർആനിന്റെ വഹ്യ് ആരംഭിക്കുന്ന ആദ്യ വചനങ്ങൾ പോലും മനുഷ്യന്റെ സൃഷ്ടിപ്പും ഗർഭാശയത്തിൽ അവന്റെ അവസ്ഥയും ഒക്കെയാണ് പറയുന്നത്. അലക്കിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന ശരിക്കും ആ പദം തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ബന്ധം മനുഷ്യന് മറ്റു മനുഷ്യരോട് വേണം എന്ന ഉദരത്തിന്റെ അകത്ത് നടക്കുന്ന വളരെ നിഗൂഢമായ പ്രവർത്തനങ്ങൾ, ഗർഭ അവസ്ഥയിലുള്ള അവന്റെ ആ സാഹചര്യങ്ങൾ കൃത്യമായി വർണ്ണിച്ചുകൊണ്ട് തന്നെയാണ് വഹയ്യന്റെ ആദ്യ വചനങ്ങൾ പോലും വന്നിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് പരിശുദ്ധ ഖുർആൻ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ മനുഷ്യരെ ബന്ധപ്പെടുത്തി നിൽക്കുന്നതിന്റെ സാഹോദര്യബോധത്തിന്റെ ആഴം അറിയിച്ചു തരുന്ന വളരെ ശ്രദ്ധേയമായ ആയത്ത് സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതു ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരോട് ഇതിൽ പരം വേറെ ഒരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഉദരബന്ധമുള്ളവരാണെന്ന് ഖുർആൻ പറഞ്ഞു. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതു ഫഅസ്ലിഹു ബൈന അഖവൈക്കും. രണ്ട് സഹോദരന്മാർക്കിടയിൽ പിണക്കം നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് കാണുന്ന മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ് അവരെ ഇണക്കുക എന്നത്. ഈമാനിന്റെ ഭാഗമാണ് പിണക്കം മാറ്റി കൊടുക്കുക. സഹോദരബോധം ഒരാളിൽ നിന്നും അന്യമാവാൻ പാടില്ല. മഹാന്മാരായ സ്വഹാബികൾ ഇതൊക്കെ ജീവിച്ച് കാണിച്ചു തന്നത് അത്ഭുതപ്പെടുത്തുന്ന ചരിത്രങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. മഹാനായ ഇബ്രാഹിം ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാക്കളിൽ നിന്നും ഉദ്ധരിക്കുന്നതായ ഹദീസ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന മഹാനായ സ്വഹാബി പ്രമുഖൻ പറഞ്ഞതായ അനുഭവം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ മഹാനായ സ്വഹാബിയാണ്, മുഹാജിറാണ്. ഹിജറ ചെന്ന ഞങ്ങളെ അവിടെ നിലവിൽ മദീനത്തുള്ള സ്വഹാബികളുമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദര ബന്ധം സ്ഥാപിച്ച് ഞങ്ങളെ കൂടപ്പിറപ്പുകളാക്കി. അത്രത്തോളം ഞങ്ങൾക്കിടയിലെ സാഹോദര്യത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് അത് ഊട്ടി ഉറപ്പിക്കാനുണ്ടായത്. ആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനി വ ബൈന സഅദ് ബിൻ റബീഅ. അങ്ങനെ എനിക്കും ഒരു സഹോദരനെ ഏൽപ്പിച്ചു തന്നു. വീടും നാടും ഒക്കെ വിട്ട് മദീനത്ത് വന്നതല്ലേ, അപ്പൊ എനിക്ക് എന്റേതായ ആവശ്യങ്ങൾക്കും എന്റെ വ്യക്തിത്വത്തിന്റെ നിലവാരത്തിനും പറ്റുന്ന രീതിയിൽ ഒരു സഹോദര ബന്ധം ഈ നാട്ടിൽ വേണം. അപരിചിതമായ പ്രദേശമാണ്. സഅദ് ബിൻ റബീഅ എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയാണ് എനിക്കായി ഒരു സഹോദരനായി എന്റെ ഹബീബ് എനിക്ക് കാണിച്ചു തന്നത്. അങ്ങനെ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു എല്ലാം പകുതിയാക്കി തന്നു. മഹാനവറുകൾ എന്നോട് പറഞ്ഞു,
ഇന്നി അക്സറുൽ അൻസാരി മാല, മദീനയിലെ അൻസാരികളായ സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളത് എനിക്കാണ്. അതുകൊണ്ട് എന്റെ സമ്പത്തിന്റെ പകുതി താങ്കൾക്ക് ഞാൻ വിഹിതിച്ചു തരികയാണ്. മാത്രവുമല്ല, എനിക്ക് 2 ഭാര്യമാരുണ്ട്. ആ 2 ഭാര്യമാരെ താങ്കൾ കണ്ടാൽ അതിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരു ഭാര്യയെ ഞാൻ ത്വലാഖ് ചൊല്ലി അങ്ങേക്ക് വിവാഹം കഴിക്കാൻ സൗകര്യപ്രദമാകും വിധം ഞാൻ ഒഴിവാക്കി തരാം. അതും ഞാൻ അങ്ങേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദര്യ ബോധത്തിന്റെ അവർ മനസ്സിലാക്കിയ ആ ആത്മാർത്ഥതയുടെ ആഴമാണിത്. പ്രിയപ്പെട്ടവളെപ്പോലും, തന്റെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവളെപ്പോലും ഇസ്ലാം പഠിപ്പിച്ച സാഹോദര്യബോധത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള വിവാഹമോചനം നടത്തി ശേഷം മറ്റൊരു വിവാഹത്തിലൂടെ തന്റെ സഹോദരനായി, തന്റെ കൂട്ടുകാരനായി കടന്നു വന്ന സൗഹൃദത്തിന്റെ പങ്കാളിക്ക് പങ്കുവെക്കാൻ പോലും മഹാനായ സ്വഹാബി തയ്യാറാകുന്ന ഒരു രംഗമുണ്ട്. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ചരിത്രത്തിന്റെ പ്രബലമായ അഭിപ്രായം. فقال له عبد الرحمن بن عوف لا حاجة لي في ذلك, എനിക്ക് അതിന്റെ ആവശ്യമില്ല, അത് അദ്ദേഹം നിരസിച്ചു. അതും ഒരു സാഹോദര്യബോധമാണ്. എന്നിട്ടോ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, ഹൽ മിൻ സൂഖിൻ ഫീഹി തിജാറ, വല്ല കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറ്റിയ അങ്ങാടിയോ മാർക്കറ്റോ ബിസിനസിന്റെ വഴികളൊക്കെ ഒന്ന് കാണിച്ചു തന്നാൽ നന്നായിരുന്നു. അങ്ങനെ അതിനുള്ള വഴികളൊക്കെ കാണിച്ചു കൊടുത്തു. മഹാനവറുകൾ അങ്ങനെ വീണ്ടും മക്കയിൽ കച്ചവടക്കാരനായിരുന്ന പോലെ തന്നെ മദീനയിലും കച്ചവടക്കാരനായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത്. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള സഹോദര ബന്ധം, നമ്മുടെ മുന്നിലുള്ളതായ സൗഹൃദത്തിന്റെ ബന്ധം, അത് അള്ളാന്റെ മുന്നിൽ വലിയ പരിഗണനയുള്ളതാണെന്ന് സ്വഹാബികൾ ഈ രീതിയിൽ ജീവിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ അവരുടെ സഹോദര ബോധത്തെ കുറിച്ച്, അവരുടെ സൗഹൃദ ബന്ധത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന തബവ്വഉദ്ദാര വൽ ഈമാന മിൻ قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. മദീനയിലേക്ക് ഹിജറ വരും മുമ്പേ മക്കയിൽ നിന്നും ഇങ്ങോട്ട് വന്നു ചേരേണ്ടവർക്ക് വേണ്ടി അവരെ സ്വീകരിക്കാനുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിലെ ഈമാനിനെ ഉത്തേജിപ്പിക്കുകയും ഇതെല്ലാം ഉൾക്കൊള്ളാൻ അവർക്ക് എല്ലാം പങ്കിട്ടു കൊടുക്കണമെന്ന പ്രഖ്യാപനം വരുമ്പോൾ പങ്കിട്ടു കൊടുക്കുന്നോടത്ത് കൈവിറയ്ക്കാതിരിക്കാൻ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ വേണേ. അതുകൊണ്ട് ഈമാനെ തയ്യാറാക്കി അതുപോലെ തന്നെ വന്നു കയറുന്നവർക്ക് താമസിക്കാനുള്ള വീടും സൗകര്യങ്ങളും തയ്യാറാക്കി. മിൻ ഖബലിഹിം, ഉള്ളിലൊന്നേ ഉള്ളൂ അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലായി തീരണം ഈ സൗഹൃദം. ഈ സൗഹൃദം സ്വർഗത്തിലെത്തിക്കുന്നതായിരിക്കണം. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതൂ. സ്വഹാബികളെ പറഞ്ഞാൽ തീരില്ല, അത്രയും അവരുടെ ഈ സൗഹൃദത്തിന്റെ ആത്മാർത്ഥത നമുക്ക് കാണാൻ കഴിയും. അതൊരു ആയുസ്സിൽ അവസാനിച്ചു പോകുന്നതല്ല. ഈ സൗഹൃദത്തിൽ നാം മുമ്പ് കണ്ട പലരും ഇന്നും മണ്ണിന്റെ അടിയിലാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് മുന്നേ നടന്നു പോയവരുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മുന്നേ മരിച്ചുപോയവര്, അവൻ എന്റെ നല്ല സുഹൃത്തായിരുന്നു പറയാറുണ്ടല്ലോ. എന്താന്നിട്ട് നല്ല സുഹൃത്തിന് കൊടുത്തത്? ഒരു നല്ല പ്രാർത്ഥന കൊടുക്കണമെന്ന് ഖുർആൻ. നമുക്ക് മുന്നേ കഴിഞ്ഞു പോയ ഒരുപാട് നല്ല മനുഷ്യന്മാർ നമ്മുടെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നു. അവർ പലരും ഖബറിലാണ്. ഈ ഖബറിൽ അകപ്പെട്ടു പോയ സുഹൃത്തിന് വേണ്ടി എന്താ നമ്മൾ കൊടുക്കുക? പ്രാർത്ഥന കൊടുക്കണം, ദുആ കൊടുക്കണം. ഹബീബ് പഠിപ്പിച്ചു, ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ദുആ
മരണപ്പെട്ടവന്റെ ഖബറിലേക്ക് എത്തുമ്പോ അതൊരു വലിയ പർവ്വതം പോലെ വലിപ്പത്തിൽ വന്നു നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ ഖബറിലേക്ക് എത്തുമ്പോ മരിച്ച ഖബറിൽ കിടക്കുന്നവന് ഈ ദുനിയാവിൽ ജീവിച്ചതിന്റെ സർവ്വസുഖങ്ങളും കിട്ടിയാലും ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിൽ നിന്ന് കിട്ടാവുന്ന സുഖാസ്വാദനത്തിന്റെ പരമാവധി എത്രയോ അതുമല്ല അതിനപ്പുറം കിട്ടിയിട്ടും അവന് തൃപ്തി വരുന്നതിനേക്കാളും തൃപ്തിയാണ് ഒരു ദുആ ഖബറിൽ കിടക്കുന്ന എന്റെ കൂട്ടുകാരന് വേണ്ടി. മാമിൻ മയ്യിത്തിൻ ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസി ഔ കമാ ഖാൽ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഒരു മയ്യിത്ത് മുങ്ങിത്താഴുന്നവനെ പോലെ ആ വെള്ളത്തില് അവൻ പ്രതീക്ഷിക്കുന്നത് ദുആയാണെന്ന് പുണ്യ നബി. ഏതായാലും ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലെ പലരും നേരത്തെ മരിച്ചു പോയിട്ടുണ്ടാവും. ആ നേരത്തെ മരിച്ചുപോയ ആൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ഒരു ബന്ധം നിങ്ങളുടെ ശേഷിക്കുന്ന ജീവിതത്തിൽ നിലനിർത്തണമെന്ന് ഖുർആൻ തൊട്ടടുത്ത ആയത്ത് കേട്ടോളൂ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബന ഇഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ദ്വാരക്കണമെന്നാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണേ. പിന്നെയോ വലിയ ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളുടെ സഹോദരന്മാര് കുറച്ചുപേര് ഞങ്ങളെക്കാൾ മുൻകടന്നു പോയിട്ടുണ്ടവര്, അവർക്കും നീ പൊറുക്കണേ. ഈമാന്റെ ബന്ധമാണ്. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗല്ലൽ ലില്ലദീന ആമനൂ, ആരോടും മനസ്സിന്റെ അകത്ത് ഈർഷ്യത വരല്ലേ അല്ലാഹ്, ആരോടും മനസ്സിന്റെ അകത്ത് പക വരല്ലേ അല്ലാഹ്. ഈമാൻ കൊണ്ട് ഈമാനിലേക്ക് സ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങളിൽ, ആ സൗഹൃദങ്ങളിൽ വിദ്വേഷങ്ങൾ ഒരിക്കലും വരാതെ പ്രാർത്ഥനയും, കഴിഞ്ഞുപോയവരെ മറക്കാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലിന്റെ പ്രാർത്ഥനയും. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് മനുഷ്യന്മാർക്കിടയിലെ സൗഹൃദത്തെ വർണ്ണിക്കുന്നത്. മദീനയില് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ വന്നവരുടെയും മദീനയിലുള്ളവരുടെ ഇടയില് ഈ സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിൽ മുന്നിട്ടിറങ്ങിയപ്പോ ഒരാൾക്ക് മറ്റൊരാളെ നോക്കാൻ ഏൽപ്പിച്ച പോലെ സൗഹൃദ ബന്ധങ്ങളിൽ ഒരു ഇണതുണ പോലെ ഹബീബായ നബി തങ്ങൾ ഓരോരുത്തരങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ ലാസ്റ്റ് ആർക്കും കൂട്ടിനാളില്ലാതെ വന്നില്ല, എല്ലാവർക്കും കിട്ടി. മിക്കവാറും എല്ലാവരും അതിൽ തൃപ്തരായി നിൽക്കുമ്പോ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കൂട്ടിനായി ആരെയും കിട്ടിയില്ല. ഇമാം തബറാനിയുടെ മുഅ്ജമിൽ കാണാം ഹദീസ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ ഖൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സുഹാബിഹി ബൈനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാരികളെയും മുഹാജിരീങ്ങളെയും അല്ലാത്തവരുമായ സ്വഹാബികളെയും അങ്ങുമിങ്ങും സൗഹൃദ വലയത്തിൽ ഹബീബായ നബി തങ്ങൾ സംഗമിപ്പിച്ചപ്പോ ആ സമയത്ത് വലം യുആഖി ബൈന അലി ഇബ്നു അബി ത്വാലിബ് വബൈന അഹദിൻ മിൻഹും, അലിയാര് തങ്ങൾക്ക് ആരെ കിട്ടിയില്ല, ഒറ്റക്കായി പോയി. ആ സമയത്ത് ഇതൊന്നറിയോ, മഹാനായ അലി റളിയല്ലാഹു അൻഹു സൗഹൃദത്തിൽ തനിക്ക് ആരുമില്ലെന്ന് കരുതി കരഞ്ഞുപോയി. കരഞ്ഞ് മഹാനവറുകൾ സമതല തെറ്റുന്ന രീതിയിലേക്കായി സൗഹൃദത്തെ ആഗ്രഹിച്ചു. എന്തിനു വേണ്ടി സൗഹൃദം? സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി. ഈ സൗഹൃദങ്ങൾ സ്വർഗത്തിലേക്കുള്ളതാം. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉള്ളിലൊരു ചെറിയ ദേഷ്യം വന്നു, റസൂലുള്ളാഹിയോടല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തന്നോട് തന്നെ തോന്നി, ഞാൻ എന്തൊരു ഭാഗ്യം കെട്ടവനാ. എന്നിട്ടോ മഹാനവറുകൾ ചരലും പൊടിയും മണ്ണൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി ഒരു വിജനമായ സ്ഥലം തേടിയിട്ട് അങ്ങ് പോയിന്ന. എന്നിട്ട് അവിടെ പോയിട്ട് മഹാനവറുകൾ അവിടെ കൈ ചുരുട്ടി വെച്ചിട്ട്, അവിടെ കൈ ചുരുട്ടി ഇങ്ങനെ തലയണയായി കൈ ഇങ്ങനെ മണ്ണിൽ വെച്ചിട്ട് അവിടെ അങ്ങോട്ട് ചെരിഞ്ഞങ്ങ് കിടന്നു. അതായത് കൈത്തണ്ട് തലയണ പോലെ ഇങ്ങനെ തലയുടെ ഇടയിൽ വെച്ചിട്ട് മഹാനവറുകൾ അവിടെ ചെരിഞ്ഞു കിടന്നു. എന്നിട്ടോ മണ്ണിലങ്ങ് കിടന്നു, പിണങ്ങി കിടന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോ പൊടിയൊക്കെ പിടിച്ചു കിടക്കാൻ ശരീരത്തിൽ.
അറിഞ്ഞു അലി റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ട് പിണങ്ങി പോയിട്ടുണ്ടെന്ന്. ആരെയും കൂട്ടിന് കിട്ടിയില്ലല്ലോ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്നിട്ട് പതുക്കെ കാലിൽ തട്ടി വിളിച്ചു, മോനെ അലിയെ, എന്ത് പറ്റി? എണീക്കൂ, എണീക്കൂ. കും ഫമാ സലുഹത അൻ തകൂന ഇല്ലാ അബത്തുറാബ് അഗ്ലിബത മിൻ അലയ്യ ഹീന വഖൈതു ബൈനൽ മുഹാജിരീന വൽ അൻസാർ. അല്ല, മണ്ണിന്റെ വാപ്പാന്ന് ആൾക്കാർ പറഞ്ഞു നിന്നെ കളിയാക്കും മണ്ണി കിടന്നു കഴിഞ്ഞ. അങ്ങനെ പറഞ്ഞ് ജനങ്ങൾ പരിഹസിക്കാനൊക്കെ ഇഷ്ടപ്പെടാ. എന്താ അങ്ങനെ കിടക്കുന്ന? എണീറ്റ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോട് ചോദിക്കുന്നു? അലി റളിയല്ലാഹു അൻഹു. കൂടപ്പിറപ്പല്ലേ, രക്തബന്ധമല്ലേ, മുത്താപ്പന്റെ മോനല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഞാൻ ഇവിടെ ഓരോരുത്തർക്കും സൗഹൃദം സംഘടിപ്പിച്ചപ്പോ നിന്നെ ഒഴിവാക്കിയോ എന്ന ഒരു ദേഷ്യം എന്നോട് ഉണ്ടോ? എന്നാൽ ഞാൻ നിന്നോട് പറയട്ടെ, അത് വേണ്ട. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല നബിയെ, എനിക്ക് സങ്കടമായിപ്പോയി, എനിക്ക് ആരെ കിട്ടിയില്ലല്ലോ. നീ സങ്കടപ്പെടണ്ട, ഞാനും ബാക്കിയാണ്. എല്ലാവർക്കും അങ്ങും ആളെ ഏൽപ്പിച്ചപ്പോ എനിക്ക് ഒരു കൂട്ടിന്, ഒരു സൗഹൃദത്തിന് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജോഡി എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിനക്ക് തൃപ്തിയാണോ? മൂസാ നബിയുടെ ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി, കൂടപ്പിറപ്പാണ്. മൂസാ നബിക്ക് ഹാറൂൻ നബി കൂട്ടായ പോലെ എന്റെ കൂടെ നീ കൂടുന്നു അലിയെ. സൗഹൃദങ്ങൾ സ്വർഗത്തിലേക്ക് പോവണം. സ്വർഗത്തിലേക്ക് പോവാൻ ഒരു സൗഹൃദം വേണം. മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബിയുമായി ഉണ്ടായ ബന്ധം പോലെ എന്നോട് നിനക്ക് കൂടാൻ ബുദ്ധിമുട്ടുണ്ടോ അലി? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തൊബറാനിയുടെ മുഅ്ജമിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സുദീർഘമാക്കുന്നില്ല. അള്ളാഹുവിന്റെ അയൽവാസിയ, നല്ല സൗഹൃദം സംഘടിപ്പിച്ചവൻ. അള്ളാഹുവിന്റെ അയൽവാസി എന്ന് അതിന് പറയാം. അള്ളാഹുവിന്റെ അയൽവാസി, ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ അയൽവാസി എവിടെയെന്ന് മലക്കുകൾ ചോദിക്കും. വിശാലമായ ഹിസാബ് നടക്കാം. അപ്പൊ മലക്കുകൾ അങ്ങനെ ചോദിക്കും, ഇവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരിക്കാം. ചോദിക്കും, അഹ്ലുൽ ഫദ്ല് എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഉണ്ടല്ലോ. ഒരു സംഘം ആളുകൾ എണീറ്റ് നിന്നിട്ട് പറയും, ഞങ്ങളാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അഹ്ലുൽ ഫദ്ല് എന്ന പദവി എത്തിയവർ ഞങ്ങളാണ്. മലക്കുകൾ ചോദിക്കും, അഹ്ലുൽ ഫദ്ല് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതയുടെ ഉടമസ്ഥർ എന്നർത്ഥം. അല്ല, നിങ്ങൾക്കിപ്പോ എന്ത് ഇതിന് മാത്രം ശ്രേഷ്ഠത ഉണ്ടായത് എന്ന് മലക്കുകൾ അവരോട് തിരിച്ചു ചോദിക്കും. അപ്പൊ അവര് പറയും, ഞങ്ങള് ശ്രേഷ്ഠത ഉണ്ടാവാനുള്ള കാരണം ഞങ്ങളോട് ആരെങ്കിലും വിവരക്കേട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇദാ ജുഹില അലൈന ഹലിംനാ, ഞങ്ങളെ സഹിക്കും. ഞങ്ങളോട് ആരെങ്കിലും സംസ്കാരമില്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ ഇദാ ഉസിഅ ഇലൈന അഫൗനാ, സംസ്കാരമില്ലാതെ ആരെങ്കിലും ഞങ്ങളോട് പെരുമാറിയ ഞങ്ങൾ നിരുപാധികം മാപ്പ് കൊടുക്കും. അവന്റെ സംസ്കാരം അതാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു നായ നമ്മെ കടിച്ചാൽ തിരിച്ച് നമ്മൾ നായയെ കടിക്കില്ലല്ലോ. നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കണം. നായയെ കടിക്കും വിധം അതപ്പതിച്ചവരല്ല നമ്മൾ. നായ കടിച്ചു, ഒരു നല്ല മനുഷ്യനായ എന്നെ നായ കടിച്ചു, അത് നായയുടെ സംസ്കാരം എന്ന് പറഞ്ഞ പോലെ സംസ്കാരമില്ലാത്തവൻ സമീപിച്ചതിനോട് മാന്യമായ രീതിയിൽ പെരുമാറി മാപ്പ് കൊടുത്തു. അതാ ഞങ്ങൾ അഹ്ലുൽ ഫദ്ൽ ആവാനുള്ള കാരണം. അപ്പൊ മലക്കുകൾ ചോദിക്കും, സ്വർഗത്തിലേക്ക് വരാൻ എന്താ ഇത്ര ധൃതി? ഹിസാബ് എളുപ്പമായി, ഹിസാബ് പൂർണ്ണമാവുന്നതിന് മുമ്പ് ഹിസാബൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഹിസാബ് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വർഗത്തിലേക്ക്. അതെ, അവിടെ ഹിസാബ് അവസാനിച്ചിട്ടില്ല. മലക്കുകൾ വിളിച്ചു പറയും, ഉദ്ഖുലുൽ ജന്നത ഫനിഅമ അജ്റുൽ ആമിനീൻ, സ്വർഗത്തിലേക്ക് കടന്നോളൂ, ഇത് വലിയ ഒരു പ്രതിഫലമാ ഈ രീതിയിൽ സ്വർഗത്തിൽ പോകാൻ കഴിയാ എന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഹ്ലുൽ ഫദ്ൽ അങ്ങനെ അങ്ങ് കയറും. രണ്ടാമത്തെ ഒരു വിഭാഗത്തെ വിളിക്കും. അള്ളാഹു ചോദിക്കും, അഹ്ലുസ് സബ്ർ എവിടെയാന്ന് ചോദിക്കും. അപ്പൊ പറയും, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു സംഘം എഴുന്നേൽക്കും. അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കും, ഹിസാബ് കഴിഞ്ഞിട്ടാണ് വരുന്നത്? അല്ലല്ല, എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. അപ്പൊ മലക്കുകൾ പറയും, പോവാൻ വരട്ടെ, ചോദിക്കട്ടെ, എന്താ നിങ്ങൾ ഈ അഹ്ലുസ് സബ്ർ, ക്ഷമയുടെ ആളുകൾ, ക്ഷമയുടെ ആളുകൾ എന്ന് നിങ്ങളെ പേര് വിളിക്കാൻ കാരണം എന്താ?
ഭൂമിയിൽ ഞങ്ങൾക്ക് വന്ന മുസീബത്തുകൾ മുഴുവൻ ഞങ്ങൾ അല്ലാഹ് തന്നതാണെന്ന് തോന്നലിൽ ക്ഷമിച്ചു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചതാ, ശരീരം കൊതിച്ചതാ, വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ തിരസ്കരിച്ചു മാറി നിന്നു. ഇതാണ് ഞങ്ങൾ ക്ഷമയുടെ ആളുകൾ എന്ന പദവിയിൽ സ്വർഗത്തിലേക്ക് പറക്കാനുള്ള കാരണം. വിശദീകരിക്കുന്നില്ല. മൂന്നാമത് അവിടെ വിളിച്ചു ചോദിക്കപ്പെടുന്നത് ഐന ജീറാനുല്ലാ, അള്ളാഹുവിന്റെ അയൽവാസികൾ ആരാ ഇവിടെ ഉള്ളത്? അള്ളാഹിന്റെ അയൽവാസികൾ, അള്ളാഹുവിന്റെ അയൽവാസികൾ ആരാ? അപ്പൊ അവിടെ പറയും, ഒരു വിഭാഗം ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. അവര് പറയും, ഞങ്ങളാണ് അള്ളാഹുവിന്റെ അയൽവാസികൾ. മലക്കുകൾ ചോദിക്കല്ല, എങ്ങോട്ടാ പോകുന്നത്? ഐന തുരീദൂൻ ഫയഖൂലൂന നുരീദുൽ ജന്ന, ഞങ്ങൾ പോവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വർഗമാ, സ്വർഗമാ. മഹാന്മാരായ മലക്കുകൾ ചോദിക്കും, ഹിസാബ് കഴിഞ്ഞിട്ടാണോ വരുന്നത്? ഹിസാബ് പൂർണ്ണമായിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് നേരത്തെ പോവാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്. അപ്പൊ മലക്കുകൾ ചോദിക്കും, അല്ല നിങ്ങൾ ആരാ ശരിക്കും അള്ളാന്റെ അയൽവാസികൾ എന്ന് പറയാൻ എന്താ കാരണം? വമാകാന ജിവാറുക്കും, എന്താ നിങ്ങൾക്ക് ആ പദവി കിട്ടാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും, കുന്നാ നതഹബ്ബു ഫില്ലാഹ്, ഞങ്ങൾ അങ്ങും ഇങ്ങും സ്നേഹിച്ചു നടന്ന സൗഹൃദത്തിന്റെ ആത്മാർത്ഥതയിൽ നിലനിന്ന് പോയ സൗഹൃദ ബന്ധങ്ങളിലെ കൂട്ടുകാരന്മാരാണ് ഞങ്ങൾ. എന്റെ കൂട്ടുകാരനവൻ, അവന്റെ കൂട്ടുകാരനെ ഞാൻ, ഞങ്ങളൊരു ഗ്യാങ്ങാണ്. ഞങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള കൂട്ടുകൂടി നടന്നവരാണ് ഞങ്ങളല്ലാതെ സിനിമക്ക് പോകാനും ഗാനമേളക്ക് പോകാനും കൂട്ടുകൂടിയവരല്ല. ഞങ്ങൾ പലിശയുമായി ബന്ധപ്പെടാൻ വേണ്ടി കൂട്ടുകൂടിയതല്ല. ഞങ്ങൾ വ്യഭിചാരം പ്ലാൻ ചെയ്യാൻ വേണ്ടി കൂട്ടുകൂടിയതല്ല. ഞങ്ങൾ സിനിമാ കഥകൾ പറഞ്ഞുകൊണ്ടുകൂടിയ ഞങ്ങളുടെ സൗഹൃദങ്ങളല്ല. ഞങ്ങൾ കൂടിയത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള കൂടലുകളാ. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഞങ്ങൾ കൂട്ടുകൂടിയതാ. അങ്ങനെ കൂടിയെന്ന് മാത്രമല്ല, അള്ളാന്റെ മാർഗത്തിൽ അങ്ങും പരസ്പരം സഹായിച്ചവരാണ് ഞങ്ങൾ. മാത്രവുമല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി അങ്ങുമിങ്ങും ഞങ്ങൾ പരസ്പരം കാണാതെ വരുമ്പോൾ സന്ദർശനം നടത്തിയവരാ. സന്ദർശനം നടത്താ, കാണാണ്ട് വരുമ്പോ പോയി സന്ദർശനം നടത്താം. എവിടെ പോയിടാ, നിന്നെ കണ്ടില്ലല്ലോ. ഇത് മദീന പഠിപ്പിച്ചതാ. കാണാതെ വരുന്ന സ്വഹാബിയെ തേടി അല്ലാഹുവിന്റെ ഹബീബ് പോകുമായിരുന്നു. അത് മദീനയുടെ പാരമ്പര്യമാണ്. ഞങ്ങൾ അങ്ങനെ പോയിരുന്നവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹു തന്ന അംഗീകാരമാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ അയൽവാസി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു പദവി, അള്ളാഹിന്റെ അയൽവാസി. അല്ലാതെ ശരിക്കും അള്ളാഹിന്റെ അയൽവക്കുന്നതല്ല ഇതിനർത്ഥം. അത്ര അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്നവർ, അടുത്ത് നിൽക്കുന്നവർക്കും അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ പറയുന്നതല്ല അയൽവാസി എന്ന്. അള്ളാഹുവിനോട് അത്ര അടുക്കാൻ പറ്റി. ഈ ബന്ധം സ്വർഗത്തിലേക്ക് അഹമ്മദ് സമർക്കന്തി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു പലരും ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹിന്റെ സാമീപ്യം, അള്ളാഹിനെ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ അള്ളാഹിനെ കാണാൻ പറ്റൂന്നാ പറയുന്നത്. അള്ളാഹു ചോദിക്കും, അള്ളാഹു ചോദിക്കുന്ന നാളെ ഖിയാമത്ത് നാളിൽ ചോദിക്കും. വളരെ പ്രശസ്തമായ ഹദീസ്, നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുക, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, യബ്ന ആദമ മരിദതു ഫലം തഉദ്നി, ഓ മനുഷ്യ, എനിക്ക് രോഗം വന്നിരുന്നു, നീ എന്റെ രോഗ സന്ദർശനം നടത്താതിരുന്നെന്താ? എന്നോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കും. അള്ളാഹുവിന്റെ ചോദ്യമാണത്. അപ്പൊ നമ്മൾ പറയും, പടച്ചോനെ യാ റബ്ബി കൈഫ അഊദുക, ഞാൻ എങ്ങനെയാ റബ്ബേ നിന്നെ രോഗസന്ദർശനം നടത്താം? ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ രോഗസന്ദർശനം നടത്താത്ത കാര്യം പറഞ്ഞ് മഹ്ശറിൽ എന്നെ നീ ഹിസാബ് ചെയ്യുന്നു, കണക്ക് ചോദിക്കുന്നതിനോട് എന്നെ ചോദ്യം ചെയ്യുന്നു. നീ രോഗിയായിരുന്നപ്പോ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് നീ ചോദ്യം ചെയ്യുകയോ? ഞാൻ എങ്ങനെയാ റബ്ബേ നിന്നെ രോഗസന്ദർശനം നടത്താം? നീ റബ്ബുൽ ആലമീൻ അല്ലേ? അപ്പൊ അല്ലാഹു ചോദിക്കും, അമാ തഅലമു അന്ന അബ്ദി ഫുലാന മരിള ഫലം തഉദുഹു, നിന്റെ കൂടെ നടന്ന നിന്റെ സുഹൃത്തായ ഇന്നാലിന്ന ആള് രോഗം വന്ന് കിടന്നപ്പോ അവനെ സന്ദർശിക്കാൻ നീ പോയായിരുന്നോ? പറയും, അല്ലാഹുവേ ഞാൻ അവിടെ പോയില്ല, അല്ലാ,
ഞാൻ പോയില്ലല്ലോ. നിനക്കറിയുമോ നീ അവനെ രോഗം സന്ദർശിക്കാൻ അവിടെ വരെ ഒന്ന് പോയിരുന്നുവെങ്കിൽ അവിടെ ഞാൻ ഉണ്ടാകുമായിരുന്നടോ, എന്നെ അവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിന് നിനക്ക് ഉത്തരം അത് തന്നെയായിരുന്നു. നീ അവിടുന്ന് ചെയ്തിട്ട് വരണമായിരുന്നു. നിന്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ രോഗസമയത്ത് നീ പോയിരുന്നുവെങ്കിൽ ഈ ചോദ്യത്തിന്റെ മറുപടി അതായിരുന്നു. നീ പോയില്ലല്ലോ. പിന്നെയും ചോദിക്കും, ഓ പ്രിയപ്പെട്ട മനുഷ്യ, പലപ്പോഴും ഞാൻ നിന്നോട് ഭക്ഷണം തേടിയിരുന്നു, നീ എനിക്ക് ഒരിക്കൽ പോലും ഭക്ഷണം തന്നിട്ടില്ലല്ലോ. ഭൂമിയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിക്കും, പടച്ചോനെ, ഞാൻ എങ്ങനെ നിനക്ക് ഭക്ഷണം തരാൻ? നീ റബ്ബുൽ ആലമീനല്ലേ, ഭക്ഷണം നീ ചോദിച്ചിരുന്നോ? അതെ. നിന്റെ കൂടെ നടന്ന ഒരാള് ഇല്ലായ്മയിൽ അന്നം കഴിക്കാനുള്ള വക പോലും ഇല്ലാതെ കടത്തിൽ മുങ്ങി നടന്ന സമയത്തും നിന്നെ അറിയിച്ചിട്ടില്ല അവൻ. എന്നാൽ നിനക്കത് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് നീ അറിഞ്ഞ് സഹായിച്ചോ? പൈസയുടെ കാര്യം വരുമ്പോ കൂട്ട് വേറെ, പൈസ വേറെ. നിന്റെ മക്കള് സുഭിക്ഷമായി ജീവിക്കുമ്പോ നിന്റെ കൂടെ നടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നിന്റെ സൗഹൃദ വലയത്തിലുള്ള ആ പ്രിയ സഹോദരന് പട്ടിണിയായിരുന്നു വീട്ടില്. നീ അത് അറിഞ്ഞില്ലായിരുന്ന? നീ അറിഞ്ഞടോ? എന്നിട്ട് നീ അറിയാത്ത പോലെ നടന്നു. അവന്റെ കുടുംബത്തിന്റെ വിശപ്പടക്കാൻ നീ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്നെ അവിടെ നിനക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ, നീ എനിക്ക് എന്തേ വിശപ്പടക്കാനുള്ളത് തരാത്തതെന്ന എന്റെ ഇന്നത്തെ ചോദ്യത്തിനുള്ള മറുപടി അന്ന് അവിടെ ചെയ്യാമായിരുന്നു നിനക്ക്. എന്ത് പറയാനുണ്ട്? ഒന്നും പറയാനില്ല. ഈ ബന്ധത്തിന് അല്ലാഹു കൊടുത്ത സ്ഥാനം. പലപ്പോഴും ദാഹിച്ചിരുന്നു എനിക്ക്, നിന്നോട് ഞാൻ വെള്ളം ചോദിച്ചിരുന്നു, നീ തന്നില്ല. നീ എങ്ങനെ വെള്ളം കുടിക്കും റബ്ബേ? ഞാൻ എങ്ങനെയാ നിനക്ക് വെള്ളം തരാ? അല്ലാഹുവേ, നീ റബ്ബുൽ ആലമീൻ അല്ലേ? എടോ, നിന്റെ കൂടെ നടന്ന നിന്റെ കൂട്ടുകാരൻ ദാഹിച്ചിരുന്ന സമയത്ത് നീ അവന് വെള്ളം കൊടുത്തില്ലല്ലോ. കൊടുത്തിരുന്നുവെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നു. ഈ ചോദ്യത്തിന്റെ മറുപടി ഏതായിരുന്നു? വസ്ത്രത്തിന്റെ കാര്യം ഇതുപോലെ ചോദിക്കും. സ്വഹീഹു മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ ബന്ധങ്ങൾ പൊരുത്തപ്പെട്ടു തരട്ടെ. സൗഹൃദങ്ങൾ കൊണ്ടുപോകേണ്ടത് സ്വർഗത്തിലേക്കാവണം, സ്വർഗീയ സംഗമങ്ങളാവണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു മലക്കിനെ നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും വേണ്ടി വിടും. ഒരു മലക്ക് നമ്മുടെ പിന്നാലെ കൂടാണ്. എന്തിനാണ്? നമ്മൾ എങ്ങോട്ടാ പോണ, നമ്മുടെ നെയ്യത്ത് എന്താന്ന് അറിയാൻ വേണ്ടി. മലക്ക് നിരീക്ഷിക്കാനുണ്ട്, എന്ന മലക്ക് പരീക്ഷിക്കുകയും ചെയ്യാം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഹദീസ് സ്വഹീഹ് മുസ്ലിം തന്നെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യൻ യാത്ര പോകുന്ന നേരത്ത് പിന്നാലെ ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നു. അവൻ ഈ നാട്ടിൽ നിന്നും മറ്റേ നാട്ടിലേക്കാ യാത്ര പോകുന്നത്. ഈ നാട്ടിൽ നിന്നും അടുത്ത നാട്ടിലേക്ക് പോവാം. അപ്പൊ പിന്നാലെ അർസലല്ലാഹു ലഹു അലാ മദ്റസതിഹി മലക്കൻ, ഒരു മലക്കിനെ അവന്റെ പിന്നാലെ അള്ളാഹു വിടും. ഈ മലക്ക് ഇവന്റെ അടുത്ത് ഇങ്ങനെ നടന്ന് എത്തും. എന്നിട്ട് ചോദിക്കും, അതിനെ തുരീതു, എവിടെയൊക്കെ പോവാം? അപ്പൊ പറയും, ഞാൻ പോകുന്നത് അപ്പുറത്തെ നാട്ടില് എന്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നു. അപ്പൊ ചോദിക്കും, നിനക്ക് അവിടെ നിന്ന് ഇതിന് കിട്ടാനെല്ലാം ഉണ്ടോ? അല്ല, കാശ് വല്ലതും കിട്ടാനുണ്ടോ? ബിസിനസിന്റെ ഷെയർ വാങ്ങാൻ പോണാണ്? അതൊന്നും അല്ല. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി മഹ്ശറയിൽ രക്ഷപ്പെടുത്തുന്ന ചില സൗഹൃദങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു കൂട്ടുകാരൻ അദ്ദേഹം. മുപ്പരും ഞാനും കൂടി കഴിഞ്ഞ കൊല്ലം ഒരുമിച്ചായിരുന്നു ഹജ്ജിന് പോയത്. എവിടെ ഞങ്ങൾ പോയാലും ഒരുമിച്ചാ. അദ്ദേഹം പള്ളിയിലേക്ക് പോകുമ്പോ എന്നെ വിളിക്കും. അദ്ദേഹം നല്ല കാര്യങ്ങളിൽ എന്നെ ചേർക്കും. ഉദ്ഹിയ്യത്തിന്റെ ഷെയർ കൂടാൻ വേണ്ടിട്ട് അവന് ഞാൻ ഒരുമിച്ച ഉണ്ടാവില്ല എല്ലാ കൊല്ലം. ഞങ്ങൾ ഒരുമിച്ച എല്ലാ കാര്യം. നന്മകളിൽ എന്റെ കൂടെ കൂടുന്ന എന്റെ കൂട്ടുകാരനാണവൻ. മലക്കാണെന്ന് തിരിച്ചറിയുന്നില്ല. നിഷ്കളങ്കമായി ഇങ്ങനെ പറയാ. നല്ല ധൃതിയിൽ നടക്കുന്നുണ്ട്, നടന്നിങ്ങനെ പോവാണ്. അവിടെ എത്തണേ, അങ്ങനെ സംഗമിക്കാറുണ്ട്. അപ്പൊ മലക്ക് പറയും, എടോ ഫഇന്നി റസൂലുള്ളാഹി ഇലൈക്, അല്ലാഹു പറഞ്ഞയച്ച ദൂതനാ ഞാൻ. ബിഅന്നല്ലാഹ ഖദ അഹബ്ബക കമാ അഹബ്ബതഹു ഫീഹി, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവന്റെ കാര്യത്തിൽ നീ കാണിക്കുന്ന ആത്മാർത്ഥമായ ഇഷ്ടം പോലെ അള്ളാന്റെ ഇഷ്ടം നിന്നോട് ഉണ്ടെന്ന് പറയാൻ വേണ്ടി റബ്ബ് പറഞ്ഞയച്ച മലക്കാടോ ഞാൻ.
ഈ മനുഷ്യനോട് ആ മലക്ക് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സുദീർഘമാക്കുന്നില്ല. അതുകൊണ്ട് ബന്ധങ്ങൾ ഒരുപാട് കിട്ടും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യനോട് സ്ഥാപിക്കാൻ കഴിയുന്ന സൗഹൃദ ബന്ധം ഒരെണ്ണം കണ്ടെത്തി വെച്ചേക്കണം. എന്തിനാത്? നാളത്തേക്ക് ആവശ്യമുള്ളത്. ഒരുപാട് ബന്ധങ്ങൾ കിട്ടും. കാമുകിക്ക് പ്രയാസമല്ല, കാമുകന് പ്രയാസമല്ല. അതുപോലെ തന്നെ മറ്റുള്ള സൗഹൃദങ്ങൾക്ക് പ്രയാസമില്ല. ഒരുപാട് ബന്ധങ്ങൾ, മേഖലകൾ നമുക്ക് കിട്ടും. പക്ഷേ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ കണ്ടെത്താം. ഒരു കൂട്ടുകാരിയെ മറ്റൊരു കൂട്ടുകാരി കണ്ടെത്തി വെക്കാം. അത് ഉപയോഗപ്പെടുത്താം. അത് നമുക്ക് പ്രയോജന, അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലുള്ള ബന്ധമായിരിക്കണം. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നാവാലോ, ഭാര്യയും ഭർത്താവും ആവാം. പക്ഷെ അത് ഇത്തിരി ശ്രമിക്കണം. വിഷമിക്കാതെ അത് അങ്ങനെ ആവാറുണ്ട്, നന്നായി വരാറുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പുറമെ ഒരു സൗഹൃദത്തിന്റെ ബന്ധവും കൂടി സ്ഥാപിക്കണം. അത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ അള്ളാന്റെ വജ്ഹിനുള്ളൊരു കൂട്ടായിരിക്കണം എന്നതിലേക്ക് മനസ്സുകൊണ്ട് കരുതി ഉറപ്പിച്ച ഒരു കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരി ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ സമ്പാദ്യമാണ്. പലതും സമ്പാദിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ഇങ്ങനത്തെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും സമ്പാദിക്കാനും ഇത്തിരി പ്രയാസ. ആരും അങ്ങോട്ട് ചിന്തിക്കാറില്ല. എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നീ ആരെങ്കിലും കൂട്ടുപിടിച്ച് എന്തെങ്കിലും മുടക്ക് വന്നാലോ കയ്യിൽ എന്നോർത്ത് ഞാൻ അവസാനിപ്പിക്കാണ്. ഒരു ഹദീസ് കൂടി പറയാം. എപ്പോഴും പറയാറുണ്ടല്ലോ, ഈമാനുണ്ടോ തിരിച്ചറിയാൻ 3 അടയാളം. ഈമാനുണ്ടോ ഉള്ളില് തിരിച്ചറിയാൻ 3 അടയാളമുണ്ട്. ഈമാന്റെ മധുരം കിട്ടും. മിക്കവാറും നമ്മൾ പറയാറുള്ള ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായി, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം ഒരാളുടെ ജീവിതത്തിലുണ്ടോ, ഈമാന്റെ മധുരം അവന് കിട്ടിയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹും അവന്റെ റസൂലുമാകണ വിധം ഹൃദയം കീഴടങ്ങി കഴിഞ്ഞു. ദീനീ ബോധത്തിൽ ഹൃദയം കീഴടങ്ങി. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യൂല, റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹും റസൂലും മനസ്സിന്റെ ഏറ്റവും വലിയ താല്പര്യമായി മാറുക എന്ന അവസ്ഥയാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തേത് അൻ യുഹിബ്ബൽ മർആ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാ, അല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. ഒരു നല്ലൊരു കൂട്ടുകാരനെ നമ്മൾ സംഘടിപ്പിക്കുക എന്നത്. ഒരാൾ മറ്റൊരാളോടുള്ള ഇഷ്ടം പങ്കുവെക്കുന്നത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം, വേറെ ഒന്നിനുമല്ല. അത് ഈമാന്റെ അടയാളമാ. 3-മത്തേത്, ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഇനി ആവർത്തിക്കില്ലെന്ന് തീരുമാനമെടുത്തു. പിന്നെ അതുപോലെ ഒരു സാഹചര്യം വരുമ്പോ ആ തെറ്റിലേക്ക് പോവാൻ ശരീരം മുമ്പ് പൊള്ളി, ആ പൊള്ളലേറ്റ തീക്കുണ്ടാരത്തിന്റെ അടുത്ത് പോകുമ്പോ സ്വാഭാവികമായും നമുക്ക് വരുന്ന ഒരു അകലം പോലെ ആയിരിക്കും. ഇനി ആ തെറ്റ് ഞാൻ ചെയ്യൂല എന്ന ഒരു തോന്നൽ 2-മത്തെ അവസരത്തിൽ നമുക്ക് ഉള്ളിലേക്ക് തേട്ടി വരുന്നത്. മുമ്പ് നല്ലൊരു പൊള്ളിയതാ, ഇനി പൊള്ളാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് തീയിൽ നിന്നും അകന്നു പോകുന്ന പോലെ, നരകത്തിൽ നിന്നും അകന്നു പോകുന്ന പോലെ, മുമ്പ് ചെയ്ത തെറ്റ് പശ്ചാത്തപിച്ചിട്ട് പിന്നൊരവസരം വരുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കാതെ ഒഴിഞ്ഞു മാറാനുള്ള ആ ഒരു ചിന്താഗതിയാണ് 3-മത്തെ അടയാളം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനേ. പടച്ച റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് പേര് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചികിത്സയിലുള്ള പലരുമുണ്ട്. അല്ലാഹ് നീ ശിഫാ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ക്യാൻസർ രോഗമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പലരുമുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ
പേടിക്കപ്പെടുന്ന അവസ്ഥയിലേക്കുള്ള രോഗങ്ങളോ പ്രയാസങ്ങളോ അവർക്കോ ഞങ്ങൾക്കോ ആർക്കും നീ തരല്ലേ അല്ലാ. ക്യാൻസർ രോഗമാണോ എന്ന നെഞ്ചിടിപ്പോടുകൂടെ കാത്തിരിക്കുന്ന ആ റിസൾട്ട് റബ്ബേ അല്ല എന്ന് കേൾക്കാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാ. മകൾക്ക് ജോലി വേണം, വിദേശത്താണ്, ജോലി അവിടെ ആവശ്യമാണ് എന്ന അവസ്ഥയുമാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകു അല്ലാ. അല്ലാഹുവേ റബ്ബേ കിട്ടാനുള്ള പണം കിട്ടാൻ അവകാശപ്പെട്ട പല മുതലും മറ്റു പലരുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടി തിരിച്ചു ലഭിക്കാൻ വേണ്ടി ഒരുപാട് പേര് ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട ഹക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ വഴികൾ എളുപ്പമാക്ക് അല്ലാ. അല്ലാഹുവേ റബ്ബേ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ +2 പഠിക്കുന്ന മകന്റെ കാലിന് വന്നിരിക്കുന്ന ഒരു പ്രയാസത്തിന്റെ പേരിൽ ഓപ്പറേഷൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ എളുപ്പമാക്ക് അല്ലാ. ഒരു വൈകല്യം പോലെ ഇനി അത് ഒരിക്കലും ആ ശരീരത്തിൽ പാടില്ല അല്ലാ. ആ പൊന്നുമോന് നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ പിരീഡ് സംബന്ധമായ പ്രയാസമുള്ള പല സഹോദരിമാര്, അനിശ്ചിതമായി വരുന്ന ബ്ലീഡിങ്ങും മറ്റുമൊക്കെയായി പ്രയാസപ്പെടുന്നവർ, നിസ്കരിക്കാൻ ഇടങ്ങേറാകുന്നവർ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ റബ്ബേ ആർത്തവ സംബന്ധമായ രോഗങ്ങളുള്ള സഹോദരിമാർക്ക് നീ ശിഫാ നൽകണേ അല്ലാ. ഈ അടുത്ത ദിവസങ്ങളിലായി അടുത്ത ആഴ്ചകളിലായി ഉംറക്ക് പോവാൻ ശ്രമിക്കുന്നവർ, ഇപ്പോൾ നിലവിൽ ഉംറ ചെയ്യുന്നവർ, അല്ലാഹുവേ അമലുകൾ നീ എളുപ്പമാക്ക് തമ്പുരാനെ. വൈകാത്ത ഭാവിയിൽ പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്കും നീ നസീബാക്കണേ അല്ലാ. റഹ്മാനെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉള്ള പിതാവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പാവപ്പെട്ട കുടുംബമാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ശിഫാ നൽകണേ അല്ലാ. ചികിത്സ ബറക്കത്തിലാക്കണേ അല്ലാ. 38 വയസ്സ് മാത്രം പ്രായമുള്ള തൃശൂർ ജില്ലയിലെ മാള എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു സഹോദരി അപൂർവമായ രോഗവുമായി ആലുവ രാജഗിരി ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. 2 ചെറിയ മക്കളാണ്. അല്ലാ ശിഫാ നൽകണേ തമ്പുരാനെ, നീ ശിഫാ നൽകണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. കടബാധ്യത ഉള്ള പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ ഞങ്ങളുടെ കടങ്ങൾ നീ തന്നതാണ് അല്ലാ. കടങ്ങൾ നീ വീട്ടണേ അല്ലാ. തമ്പുരാനെ വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവരുണ്ട്, നീ എളുപ്പമാക്കുക അല്ലാ. വീട് പണി പരിപൂർണമായ വിജയത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ ബർക്കത്ത് കൊടുക്കുക അല്ലാ. പഠിച്ചു കഴിഞ്ഞ മക്കൾക്ക് റബ്ബേ അർഹമായ ജോലി എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. കുടുംബ കലഹങ്ങൾ പ്രയാസങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ നീ സലാമത്താക്കണേ അല്ലാ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ രമ്യമായി പരിഹരിക്കണേ അല്ലാ. ജീവിതത്തിന്റെ ഐബുകളും പോരായ്മകളും പരസ്യപ്പെടുന്ന രീതിയിൽ റബ്ബേ ഞങ്ങളുടെ ഇസ്സത്ത് പിച്ചി ചീന്തപ്പെടുന്ന അവസ്ഥ വരല്ലേ അല്ലാ. നീ സഹായിക്കണേ റഹ്മാനേ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.